സൂചിപ്പിച്ചതുപോലെ കോൺഗ്രസിൻ്റെ ശത്രുക്കൾക്ക് BJP ഒഴിച്ചുള്ള ബാക്കി ആർക്കും കോൺഗ്രസിൻ്റെ നിലപാടിനെ വിമർശിക്കാനായിട്ടില്ല എന്നുള്ളതാണ് ഈ കാലഘട്ടത്തിൽ കോൺഗ്രസ് എടുക്കേണ്ട നിലപാടാണ് എന്നാണ് ശ്രീ ശ്രീകുമാർ വിശദീകരിക്കുന്നത്. തീർച്ചയായിട്ടും ശരിയല്ല. അത് അദ്ദേഹം തന്നെ പറഞ്ഞതുപോലെ കോൺഗ്രസിൽ തന്നെ ബഹുഭൂരിപക്ഷം വരുന്ന ഹൈന്ദവ വിശ്വാസികളുണ്ട്, സാധാരണ ഹിന്ദുക്കളുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസ് നേതൃത്വത്തിന്റെ ഈ നിലപാട് നിരാശാജനകമാണ്. കോൺഗ്രസിന്റെ ഹിന്ദു വിരുദ്ധ സമീപനത്തെ തുറന്നു കാണിക്കുന്ന ഒരു കാര്യമാണ്. ഇത് BJP RSS നിർമ്മിച്ചിട്ടുള്ള ക്ഷേത്രമല്ല, ചരിത്ര പ്രസിദ്ധമായിട്ടുള്ള രാമന്റെ ജന്മഭൂമിയായിട്ട് ഇതിഹാസ പുരാണങ്ങളിൽ പരാമർശിക്കുന്ന ഒരു വലിയ പ്രക്ഷോഭത്തിന്റെ തുടർച്ചയിൽ സുപ്രീം കോടതി വിധിയിലൂടെ നിലവിൽ വരുന്ന രാമജന്മഭൂമി ക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠാ ചടങ്ങാണ്. അത് സുപ്രീം കോടതി 2019 ഒക്ടോബർ 9 പറഞ്ഞിട്ടുള്ള വിധിയുടെ അടിസ്ഥാനത്തിൽ സെൻട്രൽ ഗവൺമെന്റ് ഒരു ട്രസ്റ്റ് നിർമ്മിച്ച് ആ ട്രസ്റ്റാണ് ഈ നിർമ്മാണം പൂർത്തീകരിച്ചിട്ടുള്ളത്. സമൂഹത്തിലെ വിവിധങ്ങളായിട്ടുള്ള ബഹുമാനപ്പെട്ട സംഘടനകളുടെ നേതാക്കന്മാരെ എല്ലാവരും ക്ഷണിച്ചിട്ടുണ്ട്. എല്ലാവരും വളരെ ആഘോഷപൂർവ്വം സന്തോഷപൂർവ്വം ചടങ്ങിൽ പങ്കെടുക്കുമ്പോൾ കോൺഗ്രസ് ഇവിടുത്തെ ഹിന്ദു വിശ്വാസികളുടെ വികാരം ഞങ്ങൾക്ക് പ്രശ്നമേ അല്ല, ഇത് മറ്റു ചില കൂട്ടരെ പ്രീണിപ്പിക്കലാണ് ഞങ്ങളുടെ പ്രധാനപ്പെട്ട താല്പര്യം. അതിനു വേണ്ടിയിട്ട് ഈ വിശ്വാസി സമൂഹത്തിന്റെ താല്പര്യത്തെ പൂർണ്ണമായിട്ടും അവഗണിക്കാൻ ഞങ്ങൾ തയ്യാറാണെന്ന് നിർലജ്ജമായി പ്രഖ്യാപിക്കുന്ന, ഒരിക്കൽ സുപ്രീം കോടതിയിൽ രാമൻ എന്ന് പറയുന്നത് ഒരു മിത്തിക്കൽ പേഴ്സൺ ആണ്, ഒരു ചരിത്ര പുരുഷനല്ല, ഒരു യഥാർത്ഥത്തിലുള്ള മൂർത്തി സങ്കല്പമല്ല, അതൊരു കെട്ടുകഥയാണ് എന്ന് അഫിഡവിറ്റ് കൊടുക്കാൻ തയ്യാറായിട്ടുള്ള ഈ കോൺഗ്രസ് നേതൃത്വം അവരുടെ രാമവിരുദ്ധമായിട്ടുള്ള നിലപാട് ആവർത്തിക്കുന്നതായിട്ട് മാത്രമേ കാണാൻ സാധിക്കുള്ളൂ. ഈ ചർച്ചയിൽ തന്നെ കോൺഗ്രസിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് പറഞ്ഞിട്ടുള്ള ബഹുമാനപ്പെട്ട സുഹൃത്ത് അദ്ദേഹം പറഞ്ഞ കാര്യം വാസ്തവവിരുദ്ധമാണെന്ന് സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. 4 ശങ്കരാചാര്യ മഠങ്ങളും എടുത്ത അതേ സമീപനമാണ് കോൺഗ്രസ് സ്വീകരിക്കുന്നതെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇന്ന് നമ്മുടെ ദക്ഷിണേന്ത്യയിലെ മഠമായിട്ടുള്ള ശൃംഗേരി മഠത്തിന്റെ അധിപതിയായിട്ടുള്ള ദിവ്യാനന്ദ ഭാരതി പത്രപ്രസ്താവന ഇറക്കിയിട്ടുണ്ട്. അവരുടെ മഠത്തിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ വിശദീകരണം കൊടുത്തിട്ടുണ്ട്. രാമജന്മഭൂമിയിലെ പ്രാണപ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട് അതിന് വിരുദ്ധമായിട്ടുള്ള എന്തെങ്കിലും ഒരു നിലപാട് ശങ്കര മഠത്തിനില്ല. അതിൽ ഭക്തരെല്ലാവരും നിർലോഭമായി സാധ്യമായിട്ടുള്ള അളവിൽ പങ്കെടുക്കണമെന്നുള്ളതാണ് ഞങ്ങളുടെ താല്പര്യം. ഇത് രാജ്യത്തിന്റെ ചരിത്രത്തെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ നിർണായകമായിട്ടുള്ള അസുലഭമായിട്ടുള്ള മുഹൂർത്തമാണെന്ന് ശങ്കരാചാര്യരുടെ കൂട്ടത്തിലും നിങ്ങൾക്ക് വിഭജനം ഉണ്ടാക്കാൻ സാധിച്ചു അല്ലേ? ഉത്തരാഖണ്ഡിലും പുരിയിലെയും ശങ്കരാചാര്യർക്ക് വ്യത്യസ്തമായ നിലപാടാണ്. നോക്കൂ, ഞങ്ങൾ ഉണ്ടാക്കി എന്നുള്ളതല്ല ഇവിടുത്തെ പ്രശ്നം. ഇവിടെ നിങ്ങൾ തെറ്റായ ഒരു വാർത്ത കൊടുത്തു. ഇന്നലെ എല്ലാ മാധ്യമങ്ങളും ഒരേപോലെ ആവർത്തിച്ചൊരു കാര്യം 4 ശങ്കര മഠങ്ങളും അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠയ്ക്ക് എതിരായിട്ടുള്ള നിലപാട് സ്വീകരിക്കുന്നു എന്നുള്ളതാണ്. ഇന്ന് വാർത്ത വരുമ്പോൾ നമ്മൾ കാണുന്നു 2 മഠങ്ങൾ ഇത് നിഷേധിക്കുന്നു. ബാക്കി 2 പേരുടെ കാര്യം നമുക്കറിയില്ല. ദ്വാരകയിലെ ഗുജറാത്തിലുള്ള ദ്വാരക മഠവും കർണാടകയിലുള്ള ശൃംഗേരി മഠവും ഇന്ന് പരസ്യമായിട്ട് പത്രപ്രസ്താവനകൾ ഇറക്കിയിട്ട് അവിടുത്തെ ആചാര്യന്മാർ ഈ വാർത്തയെ നിഷേധിച്ചിട്ടുണ്ട്. അപ്പൊ ബോധപൂർവം തെറ്റായിട്ടുള്ള പ്രചരണങ്ങൾ അഴിച്ചുവിടുകയും സമൂഹത്തിൽ ഇതിനെ സംബന്ധിച്ച് തെറ്റായിട്ടുള്ള സംശയങ്ങൾ ജനിപ്പിക്കുകയും ചെയ്യുക എന്നുള്ള വളരെ തെറ്റായിട്ടുള്ള ഒരു സമീപനമാണ് ചില ആളുകൾ ഈ കാര്യത്തിൽ എടുത്തുകൊണ്ടിരിക്കുന്നത്. സുപ്രീം കോടതിയുടെ വിധി എന്ന് പറയുന്നത് രാജ്യത്തിന്റെ ഐക്യതയും അഖണ്ഡതയും മുൻനിർത്തി പറഞ്ഞിട്ടുള്ള വിധിയാണ്. ആ വിധി എന്ന് പറയുന്നത് 2 സമൂഹങ്ങൾ തമ്മിൽ ഒരുപാട് കാലമായി നിൽക്കുന്ന സംശയവും സ്പർദ്ധയും സംഘർഷവും ഇല്ലാതാക്കിയിട്ട് 2 കൂട്ടർക്കും ഒന്നിച്ച് മുന്നോട്ട് പോകാനുള്ള ഒരു പാത തുറക്കുന്ന വിധിയാണ്. അതുകൊണ്ടാണ് അയോധ്യയിലെ രാമജന്മഭൂമിയിൽ ക്ഷേത്രവും ധൻപൂരിൽ 5 ഏക്കർ ഭൂമിയിൽ പള്ളിയും എന്ന് പറയുന്ന ഒരു ഫോർമുല അവിടെ മുന്നോട്ട് വെച്ചിട്ടുള്ളത്. ഇതിന് എല്ലാ പാർട്ടികളും അന്ന് സ്വീകരിച്ചതായിരുന്നു. ഇന്ന് ഈ വർത്തമാനം പറയുന്ന കോൺഗ്രസ് പാർട്ടി അന്ന് വിധിയെ സ്വാഗതം ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത്. ഇന്ന് INDA അലയൻസിലുള്ള മുഴുവൻ കക്ഷികളും, അരവിന്ദ് കെജ്രിവാൾ ഉൾപ്പെടെ, JD ഉൾപ്പെടെ എല്ലാ കക്ഷികളും, DMK ഉൾപ്പെടെ എല്ലാ കക്ഷികളും അതിനെ സ്വാഗതം ചെയ്യുകയാണ് ചെയ്തത്. അത് പ്രധാനമന്ത്രി പോലും പറഞ്ഞത് ഇത് ഏതെങ്കിലും ഒരു പക്ഷത്തിന്റെ വിജയമോ ഏതെങ്കിലും ഒരു പക്ഷത്തിന്റെ പരാജയമല്ല, ചരിത്രപരമായിട്ടുള്ള സംഘർഷങ്ങളും സ്പർദ്ധകളും മറന്നു കളഞ്ഞുകൊണ്ട് ഇനി ഒന്നിച്ച് മുന്നോട്ട് പോകാനുള്ള ഒരു സാധ്യതയാണ് തുറന്നെടുത്തത് എന്നുള്ളതാണ്. ആ സാധ്യത ഉപയോഗിക്കുന്നതിന് പകരം എങ്ങനെയാണോ അയോധ്യയിൽ രമ്യമായി പരിഹരിക്കാവുന്ന ഒരു തർക്കം വളരെ ബോധപൂർവമുള്ള പ്രചരണത്തിലൂടെ ഒരു സംഘർഷത്തിലേക്ക് ഇവർ ഒരിക്കൽ കൊണ്ടുപോയത്, അതേ മട്ടിൽ രാജ്യത്തെ വീണ്ടും ശങ്കുട്ടി മോഹൻദാസ് 22-ാം തീയതി പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ ഒരു റോഡ് ഷോ നടക്കുന്നുണ്ടോ അയോധ്യയിൽ? അങ്ങ് എന്റെ പേര് പറഞ്ഞത് തെറ്റായിട്ടാണ്. അത് ശങ്കുട്ടി മോഹൻദാസ് എന്നാണ് ഉദ്ദേശിച്ചത്. ആരാണെന്ന് എനിക്ക് അറിയില്ല. എന്റെ പേര് ശങ്കുട്ടി ദാസ്. ശങ്കുട്ടി ദാസ്. യെസ്, ശംഖു തുളസിദാസ് എന്നാണ് എന്റെ പേര്. അതെ, പറഞ്ഞോളൂ. ശരി, അങ്ങയുടെ ചോദ്യം 22-ാം തീയതി അവിടെ നരേന്ദ്രമോദിയുടെ റോഡ് ഷോ നടക്കുന്നുണ്ടോ എന്നുള്ളതാണെങ്കിൽ അതിന്റെ പദാവലി എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. പക്ഷെ സാധാരണഗതിയിൽ നരേന്ദ്രമോദി ഏതെങ്കിലും ഒരു നഗരത്തിൽ വന്നു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ ആ യാത്ര ഒരു വലിയ ആഘോഷമായി മാറാറുണ്ട്. കഴിഞ്ഞ തവണ തൃശ്ശൂർ അദ്ദേഹം വന്നപ്പോൾ എങ്ങനെയാണ് അദ്ദേഹം ആ മഹിളാ സംഗമം നടക്കുന്ന വേദിയിലേക്ക് വന്നത് എന്നത് നമ്മൾ കണ്ടതാണ്. അതല്ലെങ്കിൽ അതിന്റെ തൊട്ടടുത്ത ദിവസം അദ്ദേഹം മറ്റൊരു പ്രദേശത്തേക്ക് പോയപ്പോൾ പ്രധാനമന്ത്രി രാമക്ഷേത്രത്തിൽ സന്ദർശനം നടത്താൻ പോകുന്നത് പ്രധാനമന്ത്രിയായിട്ടാണോ അതല്ല ഒരു വിശ്വാസിയായിട്ടാണോ?
പ്രധാനമന്ത്രിയായിട്ട് തന്നെയാണ്. എങ്ങനെയാണോ 1951 സോമനാഥ ക്ഷേത്രത്തിന്റെ പ്രാണപ്രതിഷ്ഠ രാജ്യത്തിന്റെ പ്രസിഡന്റ് ആയിരുന്ന രാജേന്ദ്ര പ്രസാദ് നിർവഹിച്ചത്. അദ്ദേഹം ഒരു വ്യക്തിയായിട്ടല്ലല്ലോ നിർവഹിച്ചത്. സോമനാഥ ക്ഷേത്രത്തിന്റെ ചരിത്രം സമാനമാണ്. ഞാനതാണ് പറഞ്ഞത്, വളരെ അമിക്കബിളി സെറ്റിൽ ആവുന്ന ഒരു പ്രശ്നമായിരുന്നു. സോമനാഥ ക്ഷേത്രത്തിൽ അവിടെ നിന്നിരുന്ന പള്ളി പൊളിച്ച് മാറ്റി പകരം ഗവൺമെന്റിലെ മന്ത്രിമാരുടെ നേതൃത്വത്തിലാണ് അവിടെ പുതിയ ക്ഷേത്രം നിർമ്മിക്കുന്നത്. ആദ്യം സർദാർ വല്ലഭായ് പട്ടേലിന്റെ നേതൃത്വത്തിൽ, പിന്നീട് KM മുൻഷിയുടെ നേതൃത്വത്തിൽ. ആ ക്ഷേത്രത്തിന്റെ പ്രാണപ്രതിഷ്ഠ നിർവഹിക്കുന്ന അന്നത്തെ പ്രസിഡന്റ് ആയിട്ടുള്ള ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ്. അന്ന് അദ്ദേഹം രാജ്യത്തിന്റെ പ്രസിഡന്റ് ആയിട്ടാണ് വന്നത്. അതേപോലെ ഇത് രാജ്യത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും പഴയ ഒരു മുറിവിനെ മായ്ച്ചു കളയുന്ന ഒരു അവസരമാണ്. ഇതൊരു വലിയ സൗഹാർദ്ദത്തിന്റെയും സ്നേഹത്തിന്റെയും പാതയിലൂടെ ഒന്നിച്ച് മുന്നോട്ട് പോകാനുള്ള ഒരു അവസരം തുറക്കുന്ന സന്ദർഭമാണ്. ഈ രാജ്യത്തിന്റെ ദേശീയതയെ സംബന്ധിച്ചുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പുരുഷനായിട്ടുള്ള രാമന് മറ്റതിഥികളിലേക്ക് പോകുന്നതിന് മുമ്പ് ഇപ്പൊ പാർലമെന്റിൽ ഒരു മതപരമായ ചിഹ്നം സ്ഥാപിക്കുന്നു. മതപരമായ ചിഹ്നം സ്ഥാപിക്കുന്നത് ഈ പറയുന്ന ചില സന്യാസിമാരാണ്. സന്യാസിമാർ ചെയ്യേണ്ട പ്രതിഷ്ഠാകർമ്മത്തിന് സാന്നിധ്യമാകുന്നത് പ്രധാനമന്ത്രിയാണ്. ഈ അതിർവരമ്പുകളെല്ലാം ദുർബലമായി തീരുന്നു. അതിലൊരു ആശങ്കയും താങ്കൾക്ക് തോന്നുന്നില്ലേ ശങ്കുട്ടിദാസ്? പാർലമെന്റിൽ സ്ഥാപിച്ചിട്ടുള്ള ഈ പറയുന്ന ചെങ്കോല് അല്ലെങ്കിൽ ദണ്ഡ് എന്ന് പറയുന്നത് നരേന്ദ്രമോദി കണ്ടുപിടിച്ച് കൊണ്ടുവന്നിട്ടുള്ളതല്ലോ. ഇത് ഫ്രീഡം അറ്റ് മിഡ് നൈറ്റ് വായിച്ചു കഴിഞ്ഞാൽ, സ്വാതന്ത്ര്യം അർദ്ധരാത്രിയിൽ എന്ന് പറയുന്ന പുസ്തകം ഡൊമിനിക് ലാപ്പിയറും ലാരി കോളിൻസും കൂടി എഴുതിയിട്ടുള്ള പുസ്തകം വായിച്ചു കഴിഞ്ഞാൽ അതിൽ എങ്ങനെയാണ് 1947 ഓഗസ്റ്റ് 15 സ്വാതന്ത്ര്യം കിട്ടിയെന്ന് അന്ന് അർദ്ധരാത്രി ജവഹർലാൽ നെഹ്റുവിന് ഈ പറയുന്ന ശൈവാധീനത്തിലെ സന്യാസിമാർ ഈ ചെങ്കോല് കൈമാറിയത്, അതുമായി ബന്ധപ്പെട്ട ചടങ്ങുകൾ നടത്തിയത് എന്നെല്ലാം വിശദമായി പറയുന്നുണ്ട്. അന്ന് നെഹ്റു തന്റെ രാജാധികാരം ഏറ്റെടുക്കുന്നതിന്റെ ചിഹ്നമായിട്ട് സ്വീകരിച്ചിട്ടുള്ള ചെങ്കോലാണ് പിന്നീട് ചരിത്രത്തിൽ വിസ്മൃതിയിലേക്ക് പോയിട്ടുള്ള ഒരു സംഗതിയാണ് ഇപ്പൊ വീണ്ടും പാർലമെന്റിലേക്ക് വന്നത്. അതിന് നമ്മുടെ രാജ്യത്തിന്റെ സാംസ്കാരികമായിട്ടുള്ള പൈതൃകത്തെ സംബന്ധിച്ച് വലിയൊരു പ്രാധാന്യമുണ്ട്. നമ്മുടെ ആധുനിക ജനാധിപത്യമാവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ ചരിത്രത്തെ മറന്നു കളയുക, നമ്മുടെ പഴയ തലമുറയെ മറന്നു കളയുക, നമ്മുടെ സംസ്കാരത്തെ മറന്നു കളയുക എന്നുള്ളതല്ല. ആ സംസ്കാരത്തെയും പൈതൃകത്തെയും മുറുകെ പിടിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോകുക എന്നുള്ളതാണ്. അത്തരത്തിലുള്ള സിംബലുകൾക്ക് ഈ രാജ്യത്തിന്റെ ജനാധിപത്യത്തിന്റെ ശ്രീകോവിൽ എന്നൊക്കെ നമ്മൾ വിളിക്കുന്ന ആ പ്രധാനപ്പെട്ട ആലയത്തിന് ഒരു പ്രധാനപ്പെട്ട സ്ഥാനമുണ്ട് എന്നുള്ളത് BJPയുടെ കാഴ്ചപ്പാടാണ്. ഞങ്ങൾ പറഞ്ഞിട്ടില്ല, ഞങ്ങൾ കൾച്ചറൽ നാഷണലിസ്റ്റുകളാണ്, ഞങ്ങൾ സാംസ്കാരിക ദേശീയവാദികളാണ്. ഈ രാജ്യത്തിന്റെ സംസ്കാരത്തെ ജനമനസ്സിലേക്ക് കൊണ്ടുവരാനുള്ള ബിംബങ്ങളെ ഞങ്ങൾക്ക് അധികാരമുള്ള കാലത്ത് ഉപയോഗിക്കുന്നതിൽ യാതൊരു ഇരട്ടത്താപ്പുമില്ല. You are watching Reporter Evening Show.